ഗ്രേസ് ടൈമിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. മഴയൊക്കെ തുടങ്ങിയോ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇന്ന് എന്റെ മോർണിംഗ് റൊട്ടീൻ അതാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈം വരെ നമ്മുടെ ഓരോ പ്ലാനിങ്ങും കാര്യങ്ങളും കൃത്യമായി പോയാൽ നമുക്ക് എങ്ങനെ ആ ഡേ ഹാപ്പി ആക്കാം. അപ്പൊ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ സാധാരണയായി മോർണിംഗ് റൊട്ടീൻ മാത്രം കാണിക്കാനായിട്ട് ഇപ്പോഴും പറയാറുള്ളതാണ്. അപ്പൊ ആ വിശേഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യാം, നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് എടുത്ത് വെക്കാനുണ്ടെങ്കിൽ അതൊന്നെടുത്ത് സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ഇന്ന് നമുക്ക് ചോറ് തിളപ്പിക്കാനുള്ളത് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചതുണ്ട്. അത് രണ്ടും പുറത്തേക്കൊന്ന് എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം അതുപോലെ തന്നെ ബീഫോ വാങ്ങിച്ചതോ അല്ലെങ്കിൽ ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലും എടുത്തു വെക്കാനുണ്ടെങ്കിൽ അതും ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം. അതൊക്കെയാണ് സാധാരണ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന ഓരോ പാത്രങ്ങളും അതാത് പ്ലേസിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ അടിപൊളിയായി. പിന്നെ നമുക്ക് ഒന്ന് ചെയ്യാനുള്ള ഒരു ഫാസ്റ്റ് റണ്ണിങ് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ വെക്കേഷനിൽ ഇങ്ങനെയാണ് പാറ്റേൺ. ഇത് തന്നെയാണ് ജോലിക്ക് പോകുമ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ്. ജോലിക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഫാസ്റ്റായി പോകും. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം നമ്മളെല്ലാം നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് രാവിലെ നുറുക്കി വെക്കേണ്ട പരിപാടികളോ അല്ലെങ്കിൽ അരിഞ്ഞു വെക്കേണ്ട പരിപാടികളോ ഒന്നും ഇപ്പൊ ഇല്ലാത്ത കാരണം ഞാൻ ചെയ്യണില്ല. ഇപ്പൊ 1-2 പ്രാവശ്യമായിട്ടോ സന, നമ്മുടെ സബ്സ്ക്രൈബർ സന ഇടയ്ക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, ചേച്ചിയുടെ ഒരു ഫ്രിഡ്ജ് ഓർഗനൈസിങ് കാണിക്കണമെന്ന്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ മീൽ പ്രെപ്പും കാര്യങ്ങളും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ് കഴുകി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ മീൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കുമ്പോൾ മീൻ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് നന്നാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ, മീനിന്റെ നെകറ്റ വെള്ളം വെച്ചിട്ടാണ് ഫ്രീസറിൽ വെക്കുക. അപ്പൊ നമ്മളിത് പുറത്ത് വെച്ച് കഴിയുമ്പോൾ ആ ഐസൊക്കെ ഉരുക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇരിക്കുന്ന പോലെ തന്നെ കിട്ടാം. അതുകൊണ്ട് തന്നെ അത് ഞാൻ കുറച്ചൊരു അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ട്. അതുപോലെ മാവ് ഒന്നെടുത്ത് മിക്സ് ചെയ്തൊന്ന് പുറത്ത് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്തേക്ക് ആ തണുപ്പൊക്കെ മാറി നല്ല സെറ്റായിട്ട് കിട്ടും. എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ അപ്പത്തിന്റെ മാവും ദോശയുടെ മാവും ഒരു വീക്കിലേക്കുള്ളത് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ പുറത്തുനിന്ന് വാങ്ങാറേ ഇല്ല, മാവ് വാങ്ങുന്ന പതിവേ ഇല്ല. ഇനി അടുത്ത് ഇതൊക്കെ ഒന്ന് ശരിയായി വരുന്ന സമയം, ചോറ് തിളയ്ക്കുന്ന സമയം നമ്മുടെ ലോണ്ടറി ക്ലീനിങ് ആണ്. ഏറ്റവും ആദ്യം അതങ്ങ് ചെയ്തു വെച്ചാൽ നമുക്ക് അന്നത്തെ ദിവസം ഒരു സമാധാനം കിട്ടും. കാരണം വീടും മുറിയും ഒക്കെ ഒന്ന് ക്ലീൻ ആയ പോലത്തെ ഒരു ഫീലാണ്. അപ്പൊ നമുക്ക് വേഗം പോയി ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചാൽ പിന്നെ അത് എന്താ പറയുക, ക്ലീനിങ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് വന്ന് വിരിച്ചിട്ടാൽ മതി. അധികം വെയിലും കാര്യങ്ങളും ഒന്നും ആവില്ല. അതേസമയം നമുക്ക് താഴെയാണെങ്കിൽ വെള്ളം ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അല്ലെങ്കിൽ ഈ വെള്ളം തിളപ്പിക്കലും ചോറ് തിളപ്പിക്കലും ഒക്കെ ആ നേരത്താണ് നടക്കുക. ഇനി ചോറ് വെച്ചതിരിപ്പില്ലെങ്കിൽ കുക്കറിൽ അരി അടുപ്പത്തിട്ടതിന് ശേഷം ഉള്ളിലേക്ക് പോയാൽ അത് വിസിലടിക്കുന്ന സമയം ഒരു 20 മിനിറ്റിൽ ഫസ്റ്റ് വിസിൽ വരും. അപ്പോഴത്തേക്ക് നമ്മൾ താഴേക്ക് എത്തിയാൽ അങ്ങനെയായാലും ചോറ് റെഡിയാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈം കൺസ്യൂമിങ് നോക്കിയിട്ടാണ് പ്ലാൻ ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ ആ നേരത്തെ അവിടെ പോയി നിന്ന് ഇവിടെ പോയി നിന്ന് അങ്ങനെ നേരം കളഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നത് നമ്മുടെ എന്താ പറയുക നമുക്കില്ലാതായിട്ട് പോകും. ഇതൊരു മോർണിംഗ് ടൈമിൽ അങ്ങ് ചെയ്ത് അവസാനിപ്പിച്ചാൽ എല്ലാം പ്ലാൻ ആയിട്ട് പൊക്കോളും. അങ്ങനെ നമ്മളന്ന് നട്ടുവെച്ച് നമ്മുടെ അടുക്കളത്തോട്ടം കണ്ടില്ലേ, തക്കാളി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്, പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ഓഡിയോ എടുക്കുന്ന സമയത്തേക്ക് നമ്മൾ കുറേ പ്രാവശ്യം പാവയ്ക്കയും വെണ്ടയ്ക്കയും ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി മാത്രം ഞാനൊന്ന് പഴുക്കാനായിട്ട് നല്ല കളർ കിട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് കാരണം തക്കാളി പറിച്ചെടുത്തിട്ടില്ല. വെണ്ടയ്ക്കാണെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ചുവപ്പൊക്കെ വെണ്ടയ്ക്ക ഉണ്ടാവും. നമ്മൾ സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ ഇന്നുണ്ടായി നിൽക്കുന്ന കാണാം, നാളെ എത്തുമ്പോൾ അത് മൂത്ത് പോയിട്ടുണ്ടാവും. അപ്പൊ പെട്ടെന്ന് എടുക്കണത് നമ്മുടെ പാവയ്ക്ക ഉണ്ടായിട്ട് ഞാനിത് കുമ്പിള് കുത്തിയിട്ടിട്ടുണ്ട്. കുഞ്ഞിതാണ്, പക്ഷെ അത് വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ടായിട്ടോ. ഇതിന്റെ തോരൻ വെക്കലൊക്കെ നമ്മുടെ കഴിഞ്ഞ് വീഡിയോ എടുത്ത് കാണിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മുടെ അടുക്കള തോട്ടം ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് മഴയൊന്നാവുമ്പോഴത്തേക്കും മാറ്റി ബാക്കിയുള്ളത് നടണം. ഇത് 2 തരത്തിലുള്ള പാഷൻ ഫ്രൂട്ടാണ്. ഒന്ന് പുറം നല്ല റെഡ് കളറിൽ പുളിയില്ലാത്തതും, മറ്റേത് നമ്മുടെ യെല്ലോ കളറിൽ അത്യാവശ്യം പുളിയുള്ളതും. അപ്പോൾ അത് രണ്ടും മുകളില് ടെറസിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുകളിലേക്ക് പടർത്താൻ പറ്റുമല്ലോ.
അങ്ങനെ രണ്ടു തരം കൂടി ഒരുമിച്ച് പോട്ടെ എന്ന് വിചാരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളതില് പയറാണ് ഈ ഒരു പാത്രത്തിൽ കയറ്റിയിരുന്നത്. ഇനി ഒരു ബക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പയറ് നമുക്ക് നടാനുണ്ട്. വിത്തും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ ഈ ഒരു സമയം, അതായത് ലോണ്ടറി ക്ലീനിങ്ങും അതുപോലെയുള്ള മോളിട്ട സമയത്തേക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ ഇടയ്ക്കുള്ള ഒന്ന് രണ്ട് പുല്ല് പറിക്കലും അല്ലെങ്കിൽ മൂത്ത വെണ്ടയ്ക്കോ അങ്ങനെയോ ഉണ്ടെങ്കിൽ അത് എടുക്കലും അതൊക്കെ ചെയ്യാം. അതിപ്പോ ജോലിക്ക് പോകുന്ന സമയമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കയറി വരുന്ന ആ ഒരു ടൈമിൽ ഒരു 5-10 മിനിറ്റ് മതി. അതിന്റെ അടുത്തൊക്കെ ചെന്ന വള്ളികളൊക്കെ ഒന്ന് നോക്കി ഇലയൊക്കെ ഒന്ന് കേടുള്ളത് പറിച്ചു കളഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. പിന്നെ വൈകുന്നേരം ഒന്ന് നനയ്ക്കാനാവും കയറി പോകുന്നുണ്ടാവാം. എന്നാലും നമ്മൾ ചെന്ന ആ ഒരു ഫീല് കിട്ടിയ വേഗം തഴച്ചു വളരും എന്നാണല്ലോ പറയാം. ഇതിപ്പോ നമ്മൾ ബാക്കിയുള്ള മണ്ണ് മൂടിയിട്ടേക്കുന്നതാ. ഇനി നമുക്ക് ചെടി നടാൻ ആവശ്യമുള്ളതാ. എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ പറമ്പിലേക്ക് ആവശ്യമുള്ള മണ്ണൊക്കെ നമ്മൾ നിരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ചെടികളുടെ ഇടയ്ക്ക് ഇടാനുള്ള അല്ലെങ്കിൽ ചെടി നടാനുള്ള അല്ലെങ്കിൽ അടുക്കളയ്ക്ക് വേണ്ടി നമ്മൾ പച്ചക്കറി നടാനുള്ള മണ്ണ് മാത്രമേ ഉള്ളൂ. മാവിന്റെ കടിക്കുന്ന അവസാനമായിട്ട് ദേ മാങ്ങയൊക്കെ വീണ് കഴിയാറായി. ഇനി മുകളിൽ ആകെ ഒരു 5-6 എണ്ണേ ഉള്ളൂ. ബാക്കി എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് സമൃദ്ധിയായിട്ട് നമ്മുടെ മൂവാണ്ട മാവില് മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു മാങ്ങ പെറുക്കാന്നുള്ളത് എന്റെ മോർണിംഗ് റുട്ടീനിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ പരിചിതമായ നമ്മുടെ താമരക്കുളത്തിൽ ഇപ്രാവശ്യം ചൂട് കൂടുതലായതുകൊണ്ട് നിറയെ മുട്ടുകളാണ്. സാധാരണയായി ഇത്ര അധികം പൂവൊന്നും നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടേയില്ല. ഇപ്രാവശ്യം അത്രമാത്രം പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ചൂട് കൂടുമ്പോഴും വെയിൽ കിട്ടുമ്പോഴും ആണ് താമര നന്നായിട്ട് പൂക്കുക. ഇപ്രാവശ്യം അത് യഥേഷ്ടം കിട്ടിയിട്ടുണ്ടല്ലോ. അത് കാരണം നല്ലപോലെ പൂത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കർട്ടൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്, മണി പ്ലാന്റ് കർട്ടൻ. അതും അകത്തൊരു ലൈവ്ലി ഫീല് കിട്ടാനായിട്ട് നല്ലതാട്ടോ ഈ ചെടികൾ നടുന്നത്. പണ്ട് നമ്മൾ ഗപ്പിയും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു അക്വേറിയൊക്കെ വീട്ടിന്റെ ഉള്ളിൽ വെച്ചിരുന്നത് ഈ ഒരു ലൈവ്നെസ് കിട്ടാനായിട്ട്. ജീവനുള്ളതിനെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിനും ഒരു അനക്കം കിട്ടുമല്ലോ. ആ ഒരു ഫ്രഷ്നെസ്. എപ്പോഴും ഈ ഡ്രൈ ഫ്ലവേഴ്സും അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജീവിതം ഒക്കെ ഒരു ഡ്രൈ ആയി പോവും. എനിക്ക് തോന്നുന്നു കേട്ടോ. എല്ലാവർക്കും അതാണോ അഭിപ്രായം എന്നറിയില്ല. പക്ഷെ ഇതൊക്കെ നോക്കുമ്പോൾ ഓരോ ദിവസം അതിനൊരു ജീവൻ വെച്ച് ഒരല്പ ഇലയൊക്കെ വന്ന് നാമ്പൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത ഫീൽ ചെയ്യാറുണ്ട്. ആ നേരം കൊണ്ട് ക്വിക്കായിട്ടുള്ള നമ്മുടെ ക്വിക്കായിട്ടുള്ള ക്ലീനിങ് എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അവിടെ ഇവിടെയും കിടക്കുന്നതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക മാത്രമേ ഉള്ളൂ. അടിച്ചുവാരല് പരിപാടികളൊന്നും ഇതോട് അറ്റാച്ചായി നടക്കുന്ന പരിപാടികളേ അല്ല. അത് ഈവനിങ്ങിൽ മാത്രമാണ് ചെയ്യുക. ഇനിയിപ്പോ ചില ദിവസം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അടിച്ചുവാരി തുടക്കലൊക്കെ ഇൻ ബിറ്റ്വീൻ നമ്മൾ നടത്താറുണ്ട്. എന്നാലും ഈവനിങ്ങിലാണ് കേട്ടോ നമ്മൾ ചെയ്യാറ്. ആ സമയത്തേക്ക് നമ്മുടെ ചോറ് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഊറ്റിയെടുത്താൽ മതി. അത് നമുക്ക് അതും ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പൊക്കോളൂല്ലോ. തലേ ദിവസം വെച്ച പരിപ്പ്, മാങ്ങ, മുരിങ്ങക്കായ ആ കറി ഇരിപ്പുണ്ട്. അതും ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. കാരണം അതിപ്പോ ചൂടാക്കി വെച്ചില്ലെങ്കിൽ ഇന്ന് വെക്കുന്ന അടുത്ത കറിക്കായിരിക്കും ഡിമാൻഡ് കൂടുതൽ. അപ്പൊ ഇതും കൂടി ചൂടാക്കി ഒരുമിച്ച് പോയില്ലെങ്കിൽ ആ കറി അവിടെ ബാക്കിയിരിക്കും. അതുകൊണ്ട് അത് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടി മീൻകറി വെക്കുക എന്നുള്ളതാണ്. മീൻകറി വെക്കാനായിട്ട് മീൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് കട്ട് ചെയ്തെടുക്കണം. അത് വറുക്കാനുള്ളത് വറുക്കാവുന്ന രീതിയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ വെക്കാനുള്ളത് വെക്കുന്ന രീതിയിലേക്ക് മാറ്റുക. ഇത്രയേ ഉള്ളൂ അങ്ങനത്തെ പരിപാടികളൊക്കെ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് കഷ്ണം ഒന്ന് നുറുക്കി എടുക്കുന്നുണ്ട്. ഇന്ന് മീൻ മുളകിട്ടത്, മീൻ വറ്റിച്ചതെന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ചില സമയത്ത് ഇപ്പൊ നമ്മുടെ ഫ്രിഡ്ജിൽ അത്യാവശ്യം മാങ്ങയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കാരണം പച്ചമാങ്ങ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നാളികേരം അരച്ച് വെക്കുന്നത് അല്ലെങ്കിൽ നാളികേര പാല് പിഴിഞ്ഞ് വെക്കുന്നത് ആ ടൈപ്പിൽ വരുന്ന സമയത്ത് അങ്ങനെയും ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഞാൻ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കനം കുറഞ്ഞ് അരിഞ്ഞത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. നമ്മൾ പറയില്ലേ, വല്ലാതെ കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിപ്പോ മീൻ വറ്റിച്ച് വെക്കുമ്പോൾ പല സ്റ്റൈലിൽ നമ്മൾ ചെയ്യുമെങ്കിലും പെട്ടെന്ന് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി അതിന്റെ ഒരു പച്ചമണമൊക്കെ പോയി മാറി കിട്ടുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ ഒരു എണ്ണ എന്ന് പറയുന്നത് എണ്ണയുടെ അളവ് ഇപ്പോഴാണ് നമ്മൾ തീരുമാനിക്കുക. 2-3 സ്പൂൺ എണ്ണയിൽ ഉപയോഗിച്ച് പിന്നെ അതിലേക്ക് വേറെ എണ്ണ എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. എണ്ണ തെളിയണ വരെ ഈ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുക. ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് മീൻ വറുക്കുന്നതിന് വേണ്ടിയുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മീൻ വറുക്കുന്നതിന് പറ്റി വെച്ചു.
അതോടുകൂടി നമ്മുടെ കഷ്ണങ്ങൾ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം ഒഴിക്കണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ആണെങ്കിൽ അത് തിളച്ചതിന് ശേഷം നമ്മുടെ പുളി, കൊടംപുളി കീറിയതും അതോടൊപ്പം മീനും ചേർത്ത് ഇട്ട് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കിയിടുക. ഇനി അത് വറ്റി 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 എണ്ണ തെളിയുമ്പോൾ അത് റെഡിയാവും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കോട്ടഗിരിക്കുള്ള ടൂർ അല്ലെങ്കിൽ നമ്മുടെ ഒരു വെക്കേഷൻ ട്രിപ്പ് കാണിച്ചില്ലേ, അങ്ങനെ കോട്ടഗിരിക്ക് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ച വീഡിയോയുടെ എൻഡിൽ കാണിച്ച ചൗചൗ എന്ന് പറയുന്ന വെജിറ്റബിൾ ഇതാണ്. നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ വെറുതെ ഒന്ന് നെറ്റിൽ ചൗചൗവിന്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്ന് അടിച്ചു നോക്കി, ഞെട്ടിപ്പോവും. കാരണം അത്രമാത്രം റിച്ചാണ്. കാരണം ഇത് നമ്മൾ പറയുന്നത് വാട്ടറി കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള വെജിറ്റബിൾ ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാനിത് വാങ്ങിച്ചിട്ടുമില്ല, ഞാനിത് വെച്ചിട്ടുമില്ല. കാരണം നമ്മുടെ മാർക്കറ്റിൽ അത്രയധികം അവൈലബിൾ ആയില്ല. ഞാൻ ലുലുവിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, അല്ലാതെ വേറെ എവിടെയും ഇത് കണ്ടിട്ടില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഇത് ഇഷ്ടം പോലെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രീൻ ആപ്പിൾ ഇല്ലേ, ഗ്രീൻ ആപ്പിളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ തോന്നുന്ന ആ ഒരു ഫ്രഷ് അങ്ങനെയാണ് കേട്ടോ കാണാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു നട്ട്, ചെറിയൊരു നട്ടും ഉണ്ടായിരിക്കും. ഇതിന്റെ തൊണ്ട് നമുക്ക് പീൽ ചെയ്ത് കളയാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെത്തിക്കളയാം. പെട്ടെന്ന് ഇങ്ങനെ കയറി പോകും കേട്ടോ, കാരണം തീരെ കട്ടിയില്ലാത്ത സ്കിന്നാണ് ഉണ്ടാവാം. പിന്നെ അത് നമുക്ക് തോരൻ വെക്കണോ, മെഴുക്കുവരട്ടി വെക്കണോ, ഇനി അത് സാമ്പാറിന് കഷ്ണമായിട്ടോ അവിയലിന് കഷ്ണമായിട്ടോ അത് എന്താണോ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഇനി ചാറുകറി വെക്കാം നമുക്ക്, അതായത് കുമ്പളങ്ങയൊക്കെ നമ്മൾ ചാറുകറി വെക്കില്ലേ, അതുപോലെ ചാറുകറി വെക്കാം. ഒരു ടേസ്റ്റ് ഡിഫറൻസും ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പറയില്ലേ ചിലതിന്റെ ഒരു രുചിക്കൊരു വ്യത്യാസം ഉണ്ടാവും, ഒന്നുമല്ല. ഇതിനിപ്പോ ഇനി കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നി ഇനി നമുക്കിത് എവിടെ പോയി കിട്ടും എന്നാണ്. കാരണം നമ്മൾ താമസിക്കാൻ പോയ കോട്ടഗിരിയിലെ കോട്ടേജിന്റെ ആ ഗാർഡനിൽ നിറയെ പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു ഈ ചൗചൗ. അപ്പൊ അവിടുത്തെ ചേച്ചി പോരുന്ന സമയത്ത് എനിക്ക് ഒരു കവർ നിറച്ച് തന്നു വിട്ടതാണ് ഈ ചൗചൗ. അതാണ് അന്ന് തന്നെ നിങ്ങളെ ഞാൻ വീഡിയോയുടെ എൻഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ 2 പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. 2 പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു ട്രാവൽ എന്താ പറയാ, ആ വ്ളോഗൊക്കെ ബോറടിക്കില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്നായിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കിട്ടോ. കാരണം ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആണ്, അവിടെ നിന്നാണ് നമ്മൾ ഇതും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് അവിടെ വെച്ചതിന് ശേഷം ഞാൻ വേഗം നമ്മുടെ മീൻ വറുത്തെടുക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സവോളയും പച്ചമുളകും ഒക്കെ കൂടി ഒന്ന് നുറുക്കിയെടുത്തിട്ട് നമ്മുടെ ചൗചൗയിലേക്ക് വേണ്ടിയുള്ള ഉപ്പേരിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഉപ്പേരിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാണ്. ഇത് നമ്മുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനിയിപ്പോ പച്ചമുളകിന് പകരം മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ തോരന്റെ നിറമൊക്കെ മാറി വേറൊരു കളറാവും. പക്ഷെ എനിക്ക് തോരൻ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു കളർ കിട്ടുന്ന ഇഷ്ടം. പച്ചമുളകും തേങ്ങയൊക്കെ ഒതുക്കിയെടുത്ത് വെക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ അരിഞ്ഞെടുത്ത നമ്മുടെ പച്ചക്കറിയിലേക്ക് ചൗചൗ എന്ന് പറഞ്ഞ് തോറ്റു, അതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേണ്ട മഞ്ഞൾപ്പൊടി, ഉപ്പ്, സവോള അരിഞ്ഞത്. അത് ചുവന്നുള്ളി അരിയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാൻ പെട്ടെന്ന് വേഗം സവാള അരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഒന്ന് ചെയ്ത് നോക്കാം. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാനായിട്ട് പോകാം കേട്ടോ. അതിനുവേണ്ടി അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് നേരെ അങ്ങോട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഒരു തുള്ളി പോലും വെള്ളം തളിക്കണ്ട, കാരണം ഇത് വാട്ടർ കണ്ടന്റ് അധികമുള്ള വെജിറ്റബിൾ ആണ്. അപ്പൊ അതിന്റെ ഈ വെള്ളം ഇങ്ങനെ ഊറി വന്നോളും. അതിൽ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ച് തോർത്തെടുക്കാൻ മാത്രം മതി. എന്തായാലും മാർക്കറ്റിൽ നിങ്ങളിത് കാണുവാണെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും വാങ്ങിക്കണം, കാരണം നമുക്ക് അത്രയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. എന്നും ഈ ക്യാബേജ്, ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ പയറ്, ബീൻസ്, വെണ്ടയ്ക്ക അങ്ങനെ ഒരു റൊട്ടീൻ പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് മാറ്റി ചിന്തിക്കുന്നതും നല്ലതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിനി എവിടെ കണ്ടാലും വാങ്ങുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോ കോട്ടഗിരിക്ക് വരെ പോകണ്ടേ. അങ്ങനെ അത് സൈഡിങ്ങനെ കുക്കാവുന്നുണ്ട്. നമ്മൾ ഇതുവരെ ദോശയും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കി എടുത്തിട്ടില്ല കേട്ടോ. കാരണം മക്കള് സമ്മർ ക്യാമ്പിന് പോയിട്ട് തിരിച്ചിതുവരെ വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ മാസത്ത് മുഴുവൻ സമ്മർ ക്യാമ്പാണോന്ന്. അല്ല കേട്ടോ, ഇത് ഞാൻ നമ്മുടെ ഏപ്രിൽ എൻഡിലാണ് വീഡിയോ എടുത്ത് അവസാനിപ്പിച്ചത്.
പക്ഷെ ഞാനിങ്ങനെ ടൂർ പോയ വീഡിയോ ഇട്ടിട്ട് വേണമല്ലോ ഈ ചൗചവൊക്കെ കൊണ്ടുവന്ന് വീഡിയോ ഇടാൻ. അതിനുവേണ്ടി ഇങ്ങനെ റൂട്ട് വെച്ച് നിന്നതാണ്. അങ്ങനെ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഉച്ചത്തേക്കുള്ള ചോറ് നമുക്ക് റെഡിയാണ്. അതുപോലെ കറി ഓൾറെഡി നമ്മുടെ കറി പരിപ്പും മാങ്ങയും മുരിങ്ങക്കായും കറിയുണ്ട്. മീൻ വറ്റിച്ചത് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മീൻ വറുത്തതുണ്ട്. അങ്ങനെ തോരനുണ്ട്. അങ്ങനെ ഉച്ചത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻ നമ്മുടെ സെറ്റാണ്. ഈ ലഞ്ച് തന്നെ നമുക്ക് അത്യാവശ്യം കറികളൊക്കെ രാത്രിത്തെ ഭക്ഷണത്തിനും ആവശ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാനൊരു 8:30 ആയപ്പോഴത്തെ സമയത്തേക്കാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ അതിനേക്കുള്ള ഒരു ചട്നി ഞാൻ തയ്യാറാക്കുകയാണ്. ഇപ്രാവശ്യം വറുത്തിട്ട ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഓരോ ദിവസം ഓരോ ടേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടാവുമല്ലോ. വറുത്തിട്ട ചട്നി ഒന്നുമല്ല, തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ എയർ ഫ്രയറിൽ 2-3 ചുവന്ന മുളക്, വറ്റൽമുളക് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അരച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പച്ചമുളകില്ല, തേങ്ങ, ആ മുളക്, അതുപോലെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം വാളംപുളി, ഉപ്പ്, ഒരു പിടി ചുവന്നുള്ളി, ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്തു. ഇനി അതൊന്ന് കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. ഇനി ദോശ ഉണ്ടാക്കലാണ്. തട്ടിൽ കുട്ടി ദോശ ഏറ്റവും ഇഷ്ടം ഇവിടെ അതാണ്. അല്ലെങ്കിൽ പിന്നെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് നെയ്യൊക്കെ പരത്തി നല്ല തിന്നായിട്ട് പരത്തിയെടുത്ത് അങ്ങനെയും ഉണ്ടാക്കാം. ഇപ്പോൾ ഇന്ന് നമുക്ക് തട്ടിൽ കുട്ടി ദോശയാണ് കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ച് ഇതുപോലത്തെ ദോശകള്. ഇതിലിപ്പോ തുത്തുവിന് ഇഷ്ടം ഇത്ര വലിപ്പവും കൂടെ പാടില്ല, വളരെ കുഞ്ഞിതായിരിക്കണം. അതുകൊണ്ട് അവൾക്ക് മാത്രം വളരെ എന്താ പറയുക, നമ്മുടെ 1 രൂപ വട്ടം മുതലുള്ള ചെറിയ ചെറിയ വട്ടങ്ങൾ പരീക്ഷിക്കണം. ആ സമയമായപ്പോഴത്തേക്കും മക്കള് എത്തിയിട്ടുണ്ട്. നമ്മുടെ പണികളും കാര്യങ്ങളും ഒക്കെ അവസാനിച്ചിട്ടുണ്ട്. തുത്തുവാണ് കാഷ്യർ. തുത്തു ഓട്ടോറിക്ഷക്കാരന് കാശ് കൊടുത്തിട്ടുള്ള വരവാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു വളർച്ച വരുമല്ലോ. അല്ലാണ്ട് നമ്മളിവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് ഓടിക്കൊണ്ടേ കാശൊക്കെ കൊടുക്കാം. പക്ഷെ അവരെ ഒരു പൈസ ഏൽപ്പിക്കുക, അവരത് കൊടുക്കുക, അതിന്റെ ബാക്കി കൊണ്ട് നമുക്ക് തരിക, അത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. കുറച്ചൊക്കെ അവരെയും ഒരു ഡിസിഷൻ മേക്കിങ്ങിനും അല്ലെങ്കിൽ ഒരു സെൽഫ് അവയർനെസ്സിനും കപ്പാസിറ്റിക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കണ്ടേ. കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ അത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ അമ്മമാർക്കും ഓരോ അഭിപ്രായം ആയിരിക്കുമല്ലേ. അങ്ങനെ നമ്മുടെ ദോശ ഞാനിവിടെ ചുട്ടെടുക്കുന്ന സമയത്തേക്ക് മക്കളെ കുളിക്കാൻ പോയിട്ടുണ്ട്. അവരൊന്ന് കുളിച്ച് ഫ്രഷായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ദോശ ഉണ്ടാക്കലും കഴിയും. ചട്നി ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുമുണ്ടല്ലോ. അപ്പോൾ ഓരോ പ്ലാനിങ്ങില് ഓരോ ദിവസം മോർണിംഗ് ഇങ്ങനെ റെഡിയാക്കുവാണെങ്കിൽ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ഭംഗിയായി പോകും. ഇന്നത്തെ പകല് മുഴുവൻ നമ്മൾ ഫ്രീയാ. മോളിൽ പോയി ആ തുണി ഒന്ന് വിരിച്ചിടണം. പിന്നെ മക്കളുടെ കൂടെ കുറച്ചു നേരം സിനിമ കാണും. പിന്നെ നമുക്ക് ഒഴിവുള്ള നേരത്ത് ചിലപ്പോൾ അടിച്ചുവാരി തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ എന്തെങ്കിലും പുസ്തകം വായിക്കാനുണ്ടെങ്കിൽ വായിക്കും. ഇനി ഓരോ ദിവസവും ഓരോരോ ക്ലീനിങ്ങാ പ്ലാൻ ചെയ്തിരിക്കണേ. അലമാര, ഷെൽഫ് ഓരോന്ന്, തട്ട്, തുണികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. മക്കളുടെ യൂണിഫോം എല്ലാം മാറ്റി ഒന്ന് റീസെറ്റ് ചെയ്യണം. ഇനി അവരുടെ ബാഗുകൾ ഒന്ന് കഴുകി ഉണക്കി വെക്കണം. അങ്ങനെ ഓരോ ദിവസവും ഓരോ കുഞ്ഞു കുഞ്ഞു പ്ലാനുകളുണ്ട്. അത് നടക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ ജോലിയും ഒന്ന് റെഡിയാക്കണം. അല്ല, നമ്മൾ പകലും മുഴുവൻ വീട്ടിലിരിക്കുകയാണല്ലോ. ശരി, രാവിലെ മുതൽ സമയം ഇഷ്ടംപോലെയുണ്ട്. ലഞ്ച് കഴിക്കാറാവുമ്പോഴത്തേക്ക് അത് റെഡിയാക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് അത് റെഡിയാക്കാം എന്നൊക്കെ വിചാരിച്ചാൽ വെക്കേഷനും നമുക്ക് ഇങ്ങനെ പോകും, ഒന്നും ചെയ്യാൻ കഴിയാതെ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ മോർണിംഗ് റൊട്ടീൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഇങ്ങനെയുള്ളൊരു സമയം. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം. ഗ്രേറ്റ് ടൈം. താങ്ക് യു.